നമ്മുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണല്ലോ PMC ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പം അതില് അന്ന് UDF പൊതുവിലും കോൺഗ്രസും ലീഗും പ്രത്യേകിച്ചും വലിയ തോതിലുള്ള വിവാദം ഉയർത്താനാണ് ശ്രമിച്ചിരുന്നത്. ഇവിടെ LDF സർക്കാർ BJP ആയിട്ട് എന്തോ ഡീലുണ്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കാൻ നോക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്ക് മുന്നിലുള്ള കീഴടങ്ങലാണത്. ഇതൊക്കെയാണ് UDF ആ ഘട്ടത്തിൽ വൻതോതിൽ പ്രചരിപ്പിച്ചിരുന്നു. മാത്രമല്ല, തങ്ങൾ അധികാരത്തിൽ വന്നാൽ PM ശ്രീ നടപ്പാക്കില്ല. മാത്രമല്ല, ചിലർ പറഞ്ഞു അത് അറബിക്കടലിൽ ഒഴുക്കും. അങ്ങനെയെല്ലാമുള്ള അവകാശവാദങ്ങളാണ് അന്ന് UDF നേതാക്കൾ പുറപ്പെടുവിച്ചിരുന്നു. ഇപ്പോ സ്ഥിതി എല്ലാവരും കാണുകയാണല്ലോ. PM ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള നടപടികളുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരും. തെരഞ്ഞെടുപ്പിന് മുൻപ് തങ്ങൾ ഉയർത്തിയ എതിർപ്പുകളൊക്കെ മാറ്റിവെച്ച് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ, അവരുടെ നയങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങാൻ തീരുമാനിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? ഇത് UDF ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. അതിനവര് ഒരു ഉത്തരം ഇപ്പോൾ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു തെറ്റായ വാദമാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിലവർ പറയുന്നത് പഴയ സർക്കാർ ഒരു ധാരണാപത്രം ഒപ്പിട്ടു, അപ്പം അതുകൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ മാത്രമേ വഴിയുള്ളൂ, അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. ഇതാണ് ഇതിൻ്റെ ന്യായീകരണമായി ഇന്നത്തെ ഗവൺമെന്റിന്റെ വക്താക്കൾ പറയുന്ന കാര്യം. അപ്പോ എന്താണ് വാസ്തവം? ഇവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ മാത്രമല്ലല്ലോ കോൺഗ്രസ് പങ്കാളിത്തം വഹിക്കുന്ന, നേതൃത്വം വഹിക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകളുള്ളത്. ഇന്ത്യയിലുള്ള കോൺഗ്രസ് നേതൃത്വം വഹിക്കുന്ന എല്ലാ സംസ്ഥാന സർക്കാരുകളും ഈ പദ്ധതിയുടെ ഭാഗമായാണ് പ്രവർത്തിക്കുന്നത്. ഒരു വിയോജിപ്പും ഒരു സർക്കാരും പുറപ്പെടുവിച്ചിട്ടില്ല. അവർ PM ശ്രീ നടപ്പാക്കുന്നു, ഒപ്പിട്ടിരിക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം എന്തൊക്കെയാണോ നിർദ്ദേശിക്കുന്നത് അതെല്ലാം അതേപോലെ നടപ്പാക്കാനും തയ്യാറായിരിക്കും. അപ്പോൾ പ്രസക്തമായ പ്രശ്നം കോൺഗ്രസിന്റെ നിലപാട് എന്ത് എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ നിലപാട്
ഇന്ത്യയിലാകെ PMശ്രീയുമായി ബന്ധപ്പെട്ട് PMശ്രീ അംഗീകരിച്ചു പോകുന്നതാണ്. ഇതാണ് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യം. അത് കേരളത്തിലും നടപ്പാക്കാനിപ്പോൾ അവർ തയ്യാറാവുകയാണ്. PMശ്രീയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് PMശ്രീ ഒപ്പിടാത്തതിൻ്റെ ഭാഗമായി SSK ഫണ്ട് തടഞ്ഞു വെക്കുന്ന നിലയുണ്ടായി. ഇത് വിദ്യാഭ്യാസ മേഖലയെ വലിയ തോതിൽ വരിഞ്ഞു മുറുക്കുന്നതിനിടയാക്കിയ കാര്യമാണ്. വൻതോതിൽ വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിക്കുന്ന ഫണ്ട് SSK മുഖേനയുള്ളതാണ്. അതാകെ തടഞ്ഞുവെക്കല് സാധാരണഗതിയിൽ ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അത് സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ പണം ചെലവിടുന്നതിന് തടസ്സമായിട്ടാണ് വരിക. ഇത് കണ്ടുകൊണ്ടാണ് അന്ന് പറഞ്ഞതുപോലെ LDF സർക്കാർ അക്കാലത്ത് ഈ പ്രതിസന്ധി ഒഴിവാക്കുന്നതിനായി ഒരു ധാരണാപത്രം ഒപ്പിട്ടത്. പക്ഷേ ആ ധാരണാപത്രം അനുസരിച്ചുള്ള ഒരു നടപടിയും മുന്നോട്ട് പോയില്ല. ഒരു മാസത്തിനകം തന്നെ ആ ധാരണാപത്രം പൂർണ്ണമായും മരവിപ്പിക്കുന്ന നിലപാടാണ് LDF സർക്കാർ സ്വീകരിച്ചത്. അതിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഒട്ടേറെ ആക്ഷേപങ്ങളുണ്ട്. അവയെല്ലാം പരിശോധിച്ചുകൊണ്ട് തുടർ നടപടി സ്വീകരിക്കാം എന്നാണ് LDF സർക്കാർ തീരുമാനിച്ചത്. അതിനായി നവംബർ 12 2025 നവംബർ 12 സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയക്കുകയും ചെയ്തു. കത്ത് നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതാണ്. ആരുടെയെങ്കിലും ശ്രദ്ധയിൽ ഇല്ലാതിരുന്നെങ്കിൽ അത് ലഭ്യമാകുന്നതിനും പ്രയാസം ഉണ്ടാവില്ല. ഇവിടെ പ്രസക്തമായ ചോദ്യം, ഒരു തവണ ധാരണാപത്രത്തിൽ ഒപ്പിട്ടാൽ സംസ്ഥാന സർക്കാരിന് പിന്മാറാനാകുമോ എന്നുള്ളതാണ്. ഇവിടെ കാണേണ്ട കാര്യം, ധാരണാപത്രം ഒപ്പിട്ടു എന്നതുകൊണ്ട് മാത്രം പദ്ധതി നടപ്പാകില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും മോണിറ്ററിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കണം. അതോടൊപ്പം പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം. ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഈ ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം അത്തരത്തിലുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല, ഒരു കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുമില്ല. ഓരോ ബ്ലോക്കിലും 2 വീതം സ്കൂളുകളാണ് ഈ PMശ്രീ സ്കൂളായി ഉയർത്തേണ്ടത്. അങ്ങനെയുള്ള ഒരു ലിസ്റ്റും കേരളത്തിൽ തയ്യാറാക്കിയിട്ടില്ല, അത് കേന്ദ്രത്തിന് നൽകിയിട്ടുമില്ല. അപ്പോൾ സാധാരണഗതിയിൽ അത്തരം സ്കൂളുകളുടെ ലിസ്റ്റ് സംസ്ഥാനം കേന്ദ്രത്തിന് കൈമാറുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ നിബന്ധനകളുമാണ് ഈ ധാരണാപത്രത്തിലുള്ളത്. അപ്പോൾ സംസ്ഥാന സർക്കാർ
ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പാക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും നടപ്പാക്കാതിരിക്കുന്നത്. അത് മരവിപ്പിക്കുന്നുവെന്ന് LDF സർക്കാർ പറയുകയും ചെയ്തല്ലോ. അപ്പോ നടപ്പായില്ല എന്ന വസ്തുത നിലനിൽക്കില്ലേ? നിങ്ങൾ മരവിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഒഴിവാകുന്നില്ല, ഇതിന്റെ ഭാഗമായി PMC നടപ്പാവുകയാണ് എന്ന നിലപാട് കേരളത്തിൽ വന്നിട്ടുണ്ടോ? അപ്പോ LDF സർക്കാർ ധാരണാപത്രം മരവിപ്പിക്കുക, കീപ്പിംഗ് ഇൻ അബിയൻസ്, ഇതാണ് ഉപയോഗിച്ച വാക്ക്. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തുകയുമാണ് ചെയ്തത്. അപ്പൊ അവിടെ കിടക്കുകയാണ്. PMC നടപ്പാക്കുന്ന നിലയല്ല ഉള്ളത്. അപ്പോ ഒപ്പിട്ടത് കൊണ്ട് മാത്രം ഈ പദ്ധതി മുന്നോട്ട് പോകില്ല. ഇവിടെ പുതിയ സർക്കാർ വന്നിരിക്കുന്നു. ആ സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ നയപരമായി തീരുമാനിച്ചാൽ മാത്രമേ ഈ പദ്ധതി കേരളത്തിൽ നടപ്പാവുകയുള്ളൂ. അപ്പോ അത്തരത്തിൽ ഒരു നയമാറ്റത്തിന് UDF-നെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നതാണ് നാടിനു മുന്നിൽ അവർ വ്യക്തമാക്കേണ്ടത്. കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേക അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? പദ്ധതിയെ അതിനിശിതമായി എതിർത്ത UDF ഇപ്പോൾ ആ പദ്ധതി അംഗീകരിച്ച് നടപ്പാക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി അവർ തന്നെ വിശദീകരിക്കേണ്ടതാണ്. ധാരണാപത്രം റദ്ദ് ചെയ്യാൻ അവകാശമുള്ളതാണ്. കേന്ദ്ര സർക്കാരിന് അവകാശമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയോടെ മാത്രം ഭേദഗതി ചെയ്യാനും കഴിയും. സംസ്ഥാന സർക്കാരിനാവട്ടെ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഏതുതരം പ്രശ്നങ്ങളും കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഉഭയകക്ഷി ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അവയെല്ലാം കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ അവകാശമുള്ളതാണ്. ചുരുക്കത്തിൽ സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്താൽ മാത്രമേ പദ്ധതി നടപ്പിലാകൂ എന്നതാണ് അവസ്ഥ. ഈ നടപടി ഇപ്പോ നടപ്പാക്കുന്ന രീതിയിലേക്ക് വന്നതിൻ്റെ യഥാർത്ഥ കാരണങ്ങളാണ് UDF വ്യക്തമാക്കേണ്ടത്. നാം വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം, ഏത് സാഹചര്യത്തിലും ഉപേക്ഷിക്കാവുന്ന ഒന്ന് മാത്രമാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം PMC പദ്ധതി. ധാരണാപത്രം ഒപ്പിട്ടതുകൊണ്ട് പിന്മാറാനാവില്ല എന്ന് സർക്കാരിന് എവിടുന്നെങ്കിലും നിയമോപദേശം ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതും അറിയുന്നത് നല്ലതാണല്ലോ. പുതിയ അഡ്വക്കേറ്റ് ജനറൽ അത്തരമൊരു ഉപദേശം സർക്കാരിന് നൽകിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കണം. കേരളത്തിന് PMC പദ്ധതിയുടെ ഭാഗമായി പണം ലഭിച്ചു എന്ന് മുഖ്യമന്ത്രി പ്രസ്താവിക്കുന്നതായിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ആ വാദത്തിന്റെ
യാഥാർത്ഥ്യം അതിൽ വ്യക്തതയുള്ളതാണല്ലോ. എന്തിനാണ് വസ്തുതാവിരുദ്ധമായൊരു കാര്യം അദ്ദേഹം പ്രസ്താവിക്കാൻ പോയത്? പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നു. ആ ചോദ്യവും മറുപടിയും രഹസ്യമല്ലല്ലോ, പരസ്യമല്ലേ. അതിൽ കേന്ദ്ര സർക്കാർ കേരളത്തിന് PMശ്രീയുടെ പണം നൽകിയിട്ടില്ല എന്നാണല്ലോ മറുപടി പറഞ്ഞത്. അങ്ങനെ വ്യക്തത വന്ന ശേഷം വസ്തുതാവിരുദ്ധമായ കാര്യം ഉന്നയിക്കുന്നത്, അതോ മുഖ്യമന്ത്രി തലത്തിൽ ഉന്നയിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? കേരളത്തിന് കിട്ടിയത് SSK ഫണ്ടാണ്. ഇതിന് PMശ്രീയുമായി ഒരു ബന്ധവുമില്ല. SSK ഇനത്തിൽ കിട്ടിയ ഈ ഫണ്ട് പിന്നീട് വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ട യൂണിഫോം, പാഠപുസ്തകം, ഈ ഇനങ്ങളിലേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന നിലയാണ് കേരളത്തിലുണ്ടായത്. അപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ PMശ്രീ ധാരണാപത്രപ്രകാരം സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട നടപടിക്രമങ്ങളുണ്ട്. അത് സ്വീകരിക്കാതെ, അത്തരം നടപടിക്രമങ്ങൾ സ്വീകരിക്കാതെ കേവലമൊരു ധാരണാപത്രം ഒപ്പിട്ടതിൻ്റെ പേരിൽ ഒരു രൂപ പോലും കേന്ദ്ര സർക്കാർ അനുവദിക്കില്ല. PMശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്തതിൻ്റെ പേരിൽ സമഗ്ര ശിക്ഷ കേരളക്ക് ലഭിക്കേണ്ട ഫണ്ട് തടഞ്ഞുവെക്കുന്ന കേന്ദ്ര സർക്കാർ സമീപനം, അതിൻ്റെ ഭാഗമായി 1158 കോടി രൂപയുടെ ഫണ്ടാണ് കേരളത്തിന് ആ ഘട്ടത്തിൽ നഷ്ടമായിരുന്നത്. അപ്പോൾ PMശ്രീയിൽ കരാർ ഒപ്പിട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും അതിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാനങ്ങൾക്ക് കഴിയും എന്നതിൻ്റെ ഉദാഹരണവും നമ്മുടെ രാജ്യത്തുള്ളതാണ്. പഞ്ചാബിൻ്റെ അനുഭവം നേരത്തെ ഉന്നയിച്ചതാണ്. 2022 ഒക്ടോബറിലാണ് PMശ്രീ പദ്ധതിയിൽ ധാരണാപത്രം പഞ്ചാബ് സർക്കാർ ഒപ്പുവെക്കുന്നത്. അത് കഴിഞ്ഞ് 9 മാസങ്ങൾക്ക് ശേഷം 2023 ജൂലൈയിൽ ഔദ്യോഗികമായി തന്നെ അതിൽ നിന്ന് പിന്മാറുന്ന നില സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ പിന്മാറാൻ കഴിയാത്ത ഒന്നാണ് എന്ന വാദം ശരിയല്ല എന്നതാണ്. വേറൊരു പ്രശ്നം കേരളം അതീവ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. അന്താരാഷ്ട്ര യോഗ ദിനാചരണം വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഗവർണർ നേരിട്ട് സർക്കാർ വകുപ്പുകളുടെ യോഗം വിളിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന നടപടി, ഇത് ഭരണഘടനാ കീഴ്വഴക്കങ്ങളുടെയും ജനാധിപത്യ മര്യാദകളുടെയും നഗ്നമായ ലംഘനമാണ്. ഗവർണറിൽ നിക്ഷിപ്തമായ അധികാരം സാധാരണഗതിയിൽ മന്ത്രിസഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. ഗവർണർ ഒരു സമാന്തര അധികാര സ്ഥാനമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് ഭരണഘടനാ വിരുദ്ധമാണ്. മാത്രമല്ല ഫെഡറൽ അധികാരങ്ങളുടെ ലംഘനവുമാണ്.
എന്തടിസ്ഥാനത്തിലാണ് ഗവർണർ സർക്കാർ വകുപ്പ് മേധാവികളെ നേരിട്ട് വിളിച്ച് ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നത്? അത്യന്തം ഗുരുതരമായ സാഹചര്യമാണ് ഇതിന്റെ ഭാഗമായി സംജാതമായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രതികരണമൊന്നും കണ്ടില്ല. നമ്മുടെ സർക്കാർ, പുതുതായി അധികാരത്തിൽ വന്ന സർക്കാർ, അതിനുശേഷം സംഘപരിവാർ വിധേയത്വം വല്ലാതെ കാണിക്കുന്നു എന്ന പൊതു ആക്ഷേപം നാട്ടിൽ വലിയ തോതിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കിട്ടിയ അവസരം ശരിയായ രീതിയിൽ ഉപയോഗിക്കാനാണ് ഗവർണറും തയ്യാറാകുന്നത് എന്നാണ് തോന്നുന്നത്. ഇവിടെ സംസ്ഥാനത്തിന്റെ അന്തസ്സാണ് ചോദ്യം ചെയ്യുന്നത്. സംസ്ഥാനത്തിന്റെ അന്തസ്സ് സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ് എന്നത് ഓർമ്മിക്കേണ്ടതാണ്. ഒരു പഴയ കാര്യം ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. 2024 മുൻ ഗവർണർ ചീഫ് സെക്രട്ടറിയെയും പോലീസ് മേധാവിയെയും വിളിച്ചു വരുത്താൻ നിർദ്ദേശിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അതിനെതിരായി അന്നത്തെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് നിങ്ങളുടെ എല്ലാം ഓർമ്മയിലുണ്ടാകുമല്ലോ. അന്ന് എഴുതിയ കത്തിന്റെ പകർപ്പും ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ആവശ്യമെങ്കിൽ അതും ലഭ്യമാവുകയും ചെയ്യും. അതേപോലെ തന്നെ കേരളത്തിന്റെ പൊതുജനാരോഗ്യ രംഗം ഇപ്പോ വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. പകർച്ചവ്യാധികൾ, നിപ്പ, ഷിഗല്ല, വെസ്റ്റ് നൈൽ, ഡെങ്കി, മലേറിയ, കോളറ, അമീബിക് ജ്വരം, ഇങ്ങനെയുള്ളവയെല്ലാം വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ദിനംപ്രതി രോഗബാധിതരുടെ എണ്ണം കൂടുന്നു, മരണവും കൂടി വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രോഗപ്രതിരോധ നടപടികളിലെ ഏകോപനം ഇല്ലായ്മയുണ്ട്, അതിൽ ജാഗ്രത കുറവുണ്ട് എന്നതാണ്. ഇത് വലിയ തോതിൽ സംസ്ഥാനം ചർച്ച ചെയ്യപ്പെടുകയാണ്. രോഗം ബാധിച്ചവരുടെ ജീവൻ രക്ഷിക്കുന്നതിനാവശ്യമായ മരുന്ന്, അതിനും ദൗർലഭ്യമുള്ള പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് ഇപ്പോഴത്തെ ആവശ്യത്തിനനുസരിച്ച് ഡോക്ടർമാർ ഇല്ലാത്തതിന്റെ പ്രയാസവും വരുന്നത്. ഒരു പ്രശ്നം ഉയർന്നു വന്നിട്ടുള്ളത് PSC റാങ്ക് ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് ചെയ്യപ്പെട്ട 400ഓളം ഡോക്ടർമാർ, അവരുടെ നിയമനം തടസ്സപ്പെട്ടത് ഈ അടിയന്തര സാഹചര്യത്തിൽ ഗുരുതരമായ വീഴ്ചയായി കാണുന്നു. അഡ്വൈസ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ റാങ്ക് അടിസ്ഥാനത്തിൽ ഒഴിവുകളിലേക്ക് നിയമിക്കുകയാണ് പതിവ്. എന്നാൽ കഴിഞ്ഞ മെയ് 25-ന് അഡ്വൈസ് ലഭിച്ച ഡോക്ടർമാർക്ക് ഇതുവരെയും നിയമന ഉത്തരവ് നൽകിയിട്ടില്ല. സാധാരണ അത്തരമൊരു കാലതാമസം ഉണ്ടാകുന്നില്ല. നിയമന പ്രക്രിയയിൽ ഇടപെടാനും ഭരണാനുകൂല പാർട്ടികളുടെ താല്പര്യത്തിനനുസൃതമായി കാര്യങ്ങൾ നടത്താനുമുള്ള നീക്കം മൂലമാണ് നിയമനം തടസ്സപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപം. അപ്പോൾ പകർച്ചവ്യാധികൾ പറന്നു പിടിക്കുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ മറ്റ് താല്പര്യങ്ങൾ മുൻനിർത്തി
രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി ഡോക്ടർമാരുടെ പോസ്റ്റിംഗ് നീട്ടിക്കൊണ്ടുപോകുന്നത് പകർച്ചവ്യാധി മൂലം കഷ്ടപ്പെടുന്നവരോട് കാണിക്കുന്ന വലിയ ക്രൂരതയായിരിക്കുമെന്നതാണ് കാണേണ്ടത്. അടിയന്തരമായി പോസ്റ്റിങ്ങിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത്. കഴിഞ്ഞ LDF സർക്കാർ അംഗീകരിച്ച് നടപ്പാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി, കണക്ട് വർക്ക് എന്ന പദ്ധതി, ഇവയെല്ലാം തകർക്കുന്ന നിലപാടാണ് UDF സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാണുന്നത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അടുത്ത ദിവസമാണ് കഴിഞ്ഞ ജൂൺ 11 സുപ്രീം കോടതിയുടെ സുപ്രധാനപ്പെട്ട വിധി വന്നത്. ഗൃഹജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന വീട്ടമ്മമാർ രാഷ്ട്രശില്പികളാണ്. അവരുടെ അധ്വാനം രാജ്യത്തിന്റെ പുരോഗതിയുടെ ആധാരമാണ്. ഇപ്പോൾ ചരിത്രപരമായ വിധിയിലൂടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിരീക്ഷിച്ച കാര്യങ്ങളാണിത്. ആ നിരീക്ഷണത്തിനും വളരെ മുൻപാണ് 2025 ഒക്ടോബറിൽ ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് LDF സർക്കാർ സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പാക്കിയത്. പാവപ്പെട്ട കുടുംബങ്ങളിലെ 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് എല്ലാ മാസവും 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി. 31 ലക്ഷത്തിലധികം പേര് ഇതിന്റെ ഗുണഭോക്താക്കളായി ഉണ്ടാകുമെന്നാണ് കണക്കാക്കിയത്. കഴിഞ്ഞ ബജറ്റിൽ LDF സർക്കാർ ഇതിനായി 3720 കോടി രൂപ നീക്കിവെക്കുകയും ചെയ്തു. മാർച്ച് മാസം വരെ കൃത്യമായി പെൻഷനും നൽകി. ഇതിനൊപ്പമാണ് നൈപുണ്യ പരിശീലനം നേടുന്നതിനും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിനും യുവാക്കൾക്ക് പ്രതിമാസ സ്റ്റൈപ്പൻഡ് നൽകുന്ന കണക്ട് വർക്ക് പദ്ധതി ഞങ്ങൾ നടപ്പാക്കിയത്. പക്ഷേ പുതിയ UDF സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങൾ മൂലം നിലവിൽ 16 ലക്ഷത്തിലധികം വീട്ടമ്മമാർക്ക് ആശ്വാസമായ സ്ത്രീ സുരക്ഷാ പദ്ധതി മുടങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല, ഇതിൻ്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്ന പുതിയ അപേക്ഷകളുണ്ട്. ആ പുതിയ അപേക്ഷകളിൽ നടപടി സ്വീകരിക്കുന്നുമില്ല. മുഖ്യമന്ത്രിയുടെ തന്നെ കീഴിലാണ് ധനവകുപ്പ്. ധനവകുപ്പ് ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷൻ തീരുമാനമാക്കാതെ പിടിച്ചു വച്ചിരിക്കുകയാണ്. തുടക്കം മുതൽ ഈ പദ്ധതിയെ UDF അപഹസിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതിനെ പൂർണ്ണമായും തകർക്കാനുള്ള അണിയറ നീക്കങ്ങൾ നടക്കുന്നുവെന്ന് വേണം സംശയിക്കാൻ. സ്ത്രീപക്ഷ സർക്കാരെന്ന് മേനി നടിക്കുന്നവർ സ്ത്രീ സുരക്ഷാ പദ്ധതി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. യുവജനങ്ങൾക്കുള്ള കണക്ട് വർക്ക് ആനുകൂല്യങ്ങളുടെ വിതരണത്തിലും സമാനമായ അനാസ്ഥയുണ്ടാകുന്നു. UDF സർക്കാർ അടിയന്തരമായി അവരുടെ നിലപാട് തിരുത്തണം. അവരെ പുതുതായി അപേക്ഷ നൽകിയവരുടെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കണം. പെൻഷനും സ്റ്റൈപ്പൻഡും കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയടക്കമുള്ള തുക പെട്ടെന്ന് തന്നെ വിതരണം ചെയ്യണം. ഈ പദ്ധതികളെ തകർക്കാനുള്ള രാഷ്ട്രീയ തീരുമാനം ഉപേക്ഷിക്കണം. അർഹരായ എല്ലാ ഗുണഭോക്താക്കൾക്കും ഒരു കാലതാമസവുമില്ലാതെ ഉടൻ തന്നെ സാമ്പത്തിക സഹായം വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാകണം. ഇതോടൊപ്പം കാണേണ്ട ഒരു പ്രശ്നമാണ് പ്രവാസി പെൻഷൻ.
അതും ഈ സർക്കാർ വന്ന ശേഷം മുടങ്ങിയിരിക്കുകയാണ്. ആ കാര്യത്തിലും പ്രത്യേക ശ്രദ്ധ വേണം. നമ്മുടെ ലോകമാകെ ലോക ഫുട്ബോൾ ഹരത്തിലാണിപ്പോൾ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകളും അതിൻ്റെ ഭാഗമായി വലിയ തോതിൽ ലോകകപ്പ് മത്സരം കാണുന്നവരാണ്. ഇപ്പോൾ ഏർപ്പെടുത്തുന്ന വൈദ്യുതി നിയന്ത്രണം വലിയ തോതിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ വൈദ്യുതി നിയന്ത്രണം ഈ ഘട്ടത്തിൽ ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായി പറയാനുള്ളത്. PM ശ്രീ പദ്ധതിയുടെ കാര്യത്തില് സർക്കാർ പറയുന്നത് നമ്മുടെ കൃഷിയുടെ ഫണ്ട് കിട്ടാൻ വേണ്ടിയാണ് അതിൽ ഒപ്പുവെച്ചത്, പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ കേന്ദ്രത്തെ നമ്മൾ കബളിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണോ അങ്ങനെ? കേന്ദ്രത്തെ കബളിപ്പിക്കലല്ല, നമ്മുടെ നിലപാട് വ്യക്തമാണല്ലോ. ഞങ്ങളുടെ നിലപാട് പ്രത്യേകിച്ചും വ്യക്തമാണല്ലോ. കാരണം ഈ പറയുന്ന പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി നമ്മുടെ പാഠഭാഗങ്ങൾ എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റിന് വ്യക്തമായ ധാരണയുണ്ടല്ലോ, നിർദ്ദേശങ്ങളും ഉണ്ടല്ലോ. അതിൻ്റെ ഭാഗമായി അവർ ഒഴിവാക്കണം എന്ന് പറഞ്ഞ ഭാഗങ്ങൾ ഒഴിവാക്കാത്ത ഏക സംസ്ഥാനം കേരളമാണ്. ഇത് പഴയ LDF സർക്കാരിൻ്റെ കാലത്താണ്. ആ ഭാഗങ്ങൾ അതേപോലെ പഠിപ്പിക്കാൻ തയ്യാറായ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ആ നയങ്ങളോട് തീർത്തും വ്യത്യസ്തമായ നിലപാട് നേരത്തെ മുതൽ തന്നെ സ്വീകരിച്ചു വന്നിട്ടുണ്ട്. ആ നയം നടപ്പാക്കാൻ നമ്മളില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ ഫണ്ട് ആവശ്യമുണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം ചെലവിടേണ്ട കാര്യങ്ങളുള്ളതുകൊണ്ട് ആ ചെലവിടുന്നതിനുള്ള ഫണ്ട് വേണമായിരുന്നു. അതിനുള്ള നടപടി എന്ന നിലക്കാണ് അന്ന് വിദ്യാഭ്യാസ വകുപ്പ് ആ നടപടിയിലേക്ക് നീങ്ങിയത്. പക്ഷേ LDF അത് അത്തരമൊരു നടപടിയിലേക്ക് നമ്മൾ നീങ്ങേണ്ടതില്ല എന്ന് കണ്ടു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അത് മരവിപ്പിക്കാൻ നിലയെടുത്തത്. മരവിപ്പിച്ചതിന് ശേഷം പിന്നെ അനങ്ങിയില്ലല്ലോ, അതുമായി ബന്ധപ്പെട്ടൊരു കാര്യവും നടന്നിട്ടില്ലല്ലോ. അപ്പോൾ മരവിപ്പിച്ചതിന് ശേഷം PM ശ്രീ പദ്ധതി എന്നത് ഇവിടെ കേരളത്തിൽ നടപ്പാകാത്ത അവസ്ഥ തന്നെയാണ്. നേരത്തെയുള്ള അതേ നിലയിൽ തന്നെ കിടക്കുകയാണ്. നേരത്തെയും ഈ ധാരണാപത്രം ഒപ്പിട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമായി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതല്ലേ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത്. ഒപ്പിട്ടാൽ ഫണ്ട് തരാമെന്ന് പറയുന്നു, നമ്മൾ ഫണ്ടിന് വേണ്ടി ഒപ്പിടും. പക്ഷേ പദ്ധതി നടപ്പാക്കാനാണല്ലോ കേന്ദ്രം ഇത് ഒപ്പിടാൻ പറയുന്നത്. അപ്പോൾ ഫണ്ട് കിട്ടിയ ശേഷം നമ്മൾ നടപ്പാക്കില്ല എന്ന് തീരുമാനിക്കും. അപ്പൊ അതൊരു കബളിപ്പിക്കലല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? PM ശ്രീ പദ്ധതിയിലൂടെ അവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ രംഗത്തൂടെ നടപ്പാക്കലാണ്. അത് നടപ്പാക്കാൻ നമ്മളില്ല എന്നത് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. വിദ്യാഭ്യാസ രംഗത്ത് ആകെ നടപ്പാക്കിയ കാര്യമാണ്. പിന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മൾ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം 2016 LDF സർക്കാർ വന്നതിന് ശേഷം തുടങ്ങിയതാണല്ലോ. അതിൻ്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളുകൾ വലിയ തോതിൽ മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾ പോലെയല്ല നമ്മുടെ സ്കൂളുകൾ. ഈ PM ശ്രീയുടെ ഭാഗമായി നന്നാക്കണമെന്ന് പറയുന്ന സ്കൂളുകളുടെ നില നോക്കിയാൽ നമ്മുടെ വിദ്യാലയങ്ങൾ പലതും നന്നായി കിടക്കുകയാണ്. അതൊരു വസ്തുതയല്ലേ? ആ ഭാഗവും നമ്മൾ കാണണ്ടേ? പക്ഷേ PM ശ്രീയുടെ ഭാഗമായിട്ടുള്ള ഫണ്ട് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു വിഷമവും വരാനില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. PM ശ്രീയുടെ ഭാഗമായുള്ള ഫണ്ട് ഇവിടെ കിട്ടിയില്ലെങ്കിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തിന് ഒരു പ്രോബ്ലം ഏൽക്കില്ല. പക്ഷേ SSKയുടെ ഫണ്ട് കിട്ടിയില്ലെങ്കിൽ വലിയ തോതിൽ പ്രയാസം ഉണ്ടാവും. ഇതാണ് അന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യം. അതാണ് കാണേണ്ടത്. മന്ത്രിസഭാ ഉപസമിതി ഇതിന്റെ മറ്റ് വിശദാംശങ്ങൾ പഠിക്കുമെന്നല്ലേ പറഞ്ഞത്? അത് നടപ്പാക്കേണ്ട വിശദാംശങ്ങളല്ലേ, അതിന്റെ കാര്യങ്ങളിലേക്ക് പിന്നെ പോയിട്ടില്ല. മാത്രമല്ല, ഒരു ഇളവ് തേടാൻ പോലും അന്നത്തെ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. ഈ പദ്ധതിയിൽ നിന്നും പിന്മാറണമെങ്കിൽ ആ തീരുമാനമെടുക്കേണ്ടത് മാനദണ്ഡപ്രകാരം കേന്ദ്ര സർക്കാരാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇളവുകൾ തേടി അത്തരം ഒരു തുടർ ചർച്ചയ്ക്ക് വേണമെങ്കിൽ സംസ്ഥാനത്തിന് ശ്രമിക്കാം. ഇതൊന്നും ചെയ്തില്ല എന്നൊരു ആക്ഷേപമാണ് ഇപ്പോൾ UDF. അതല്ലേ ഞാൻ പറഞ്ഞത്, അതൊക്കെ വിദണ്ഡവാദങ്ങളാണ്.
നമ്മുടെ ഒരു സംസ്ഥാനത്ത് നടപ്പാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ ഏത് ഘട്ടത്തിലും ആ സർക്കാർ നടപ്പാക്കാതിരിക്കാം. ഇവിടെ PMC നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നടന്നിട്ടില്ല. PMC പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശങ്ങളും ഇവിടെ നമ്മുടെ മുന്നിലില്ല. അപ്പോൾ PMC പദ്ധതി നടപ്പാക്കണമെങ്കിൽ ഇനി പുതിയ നിർദ്ദേശങ്ങൾ കൊടുക്കണം. ആ പുതിയ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനാണ് ഇപ്പോൾ UDF ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പുതിയ നിർദ്ദേശങ്ങൾ എന്തിനാ കൊടുക്കുന്നത്? PMC പദ്ധതി നടപ്പാക്കാൻ തയ്യാറില്ലെങ്കിൽ ഒരു നിർദ്ദേശം കൊടുക്കാതിരുന്നാൽ പോരെ? ഞങ്ങൾ നിർദ്ദേശം തരാൻ തയ്യാറില്ല എന്ന് പറഞ്ഞാൽ പോരെ? ഇപ്പൊ വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ, പഞ്ചാബിൻ്റെത്. അതൊരു അനുഭവമല്ലേ രാജ്യത്തിന് മുന്നിലുള്ളത്? നടപ്പാക്കിയ സ്ഥലത്ത് തന്നെ പിന്നെ ഞങ്ങൾ നടപ്പാക്കുന്നില്ല എന്ന നിലപാടെടുത്തതല്ലേ? അതാണ് കാണുന്നത്. ലീഗൽ ഫൈറ്റിന് പോകുന്നതിന് പകരം നമ്മളിങ്ങനെ ഒരു കുറുക്ക് വഴി തേടി എന്നുള്ളതാണ് ഒരു ആരോപണം. അതായത് വല്ല കോടതികളെ സമീപിക്കും. മുംബൈയും കേരളം സമീപിച്ചിട്ടുണ്ടല്ലോ. അതായത് കേന്ദ്രത്തിൽ കിട്ടേണ്ട ഫണ്ടുകൾക്ക് വേണ്ടി കേരളം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ SSK ഫണ്ടാണെങ്കിലും നമ്മൾ മറ്റ് അല്ല, അതുകൊണ്ടല്ലാലോ ഇപ്പൊ ഇവര് ചെയ്യുന്നത്. ഇവരീ പറഞ്ഞതിൽ നിന്നെല്ലാം വിരുദ്ധമായി എന്തുകൊണ്ട് പോകുന്നു? അതല്ലേ നോക്കേണ്ടത്. എന്തിനാണ് ഇത് നടപ്പാക്കണമെന്ന് അവർക്ക് ഇത്ര നിർബന്ധം? പദ്ധതിയിൽ ഒപ്പുവെച്ചത് എന്നാണ് ചോദിക്കുന്നത്. ഒരു രാഷ്ട്രീയമായ ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അതിനകത്ത് നമുക്ക് എന്താണ് വ്യക്തമായി ഏതാണ് SSK ഫണ്ടിനാണെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകാമായിരുന്നില്ലേ? എന്തിനാണ് PMC എന്ന അല്ല, നിങ്ങൾ എന്തിനാണ് ഇപ്പം PMC പദ്ധതി നടപ്പാക്കാൻ ഇത്ര തൃപ്തിപ്പെടുന്നത്? PMC പദ്ധതി നടപ്പാക്കേണ്ട കാര്യം ഇപ്പൊ ഇല്ലാലോ, ഇപ്പൊ നടപ്പാകുന്നില്ലാലോ. ഇപ്പൊ നടപ്പാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നടപ്പാകൂ. എന്തിനാണ് അതിന് പോകുന്നത്? ഇപ്പൊ ഉള്ളെടുത്ത് കടന്നാൽ പോരെ? PMC പദ്ധതി നടപ്പാകില്ലാലോ. ഇപ്പൊ ഉള്ളെടുത്ത് കടന്നാൽ PMC പദ്ധതി നടപ്പാകില്ലാലോ. എന്തിനാണ് PMC പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളുമായി നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കുന്നത്? നിങ്ങൾ അതിനെ ശക്തമായി എതിർത്തതല്ലേ? MOU ഒപ്പിട്ടത് കേരളമാണ്. അപ്പം MOU ഒപ്പിട്ട ശേഷം നമ്മളിപ്പോൾ പറഞ്ഞ LDF ഇപ്പോഴത്തെ വാദം MOU റദ്ദാക്കി ധാരണാപത്രത്തെ പിന്മാറി, അതുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷെ ആ MOU തന്നെ പറയുന്നത് ഇതിന് പിന്മാറാനുള്ള റൈറ്റ് കേന്ദ്ര സർക്കാരിന് മാത്രമേ ഉള്ളൂ, സ്റ്റേറ്റിന് റൈറ്റ് ഇല്ല. അപ്പൊ നമ്മൾ പിന്മാറുന്നത് പറയുന്നത് ടെക്നിക്കലി പിന്മാറുന്നത് പറഞ്ഞാൽ പോലും അത് ആ പ്രൊസീജിയറോടെ കിടക്കുകയാണ്. അതാണ് UDF പറയുന്നത്. എന്നാൽ 2025 മുതലൊന്നും നടന്നില്ലല്ലോ. അപ്പൊ അതിൽ നമ്മൾ കാണേണ്ടത്, നമ്മൾ അന്ന് ചെയ്തത് സതുദ്ദേശത്തോടെയാണ്. ആ സതുദ്ദേശത്തിന്റെ ഭാഗമായി തന്നെയാണ് അത് മരവിപ്പിച്ചത്. ആ മരവിപ്പിച്ച കാര്യം അവിടെ കിടക്കുകയാണ്. ഞങ്ങളായിരുന്നു വീണ്ടും അധികാരത്തിൽ വന്നെങ്കിൽ ആ മരവിപ്പിച്ച അവസ്ഥയിൽ തന്നെ അവിടെ കിടക്കും. അതിന്റെ പുതിയ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന പ്രശ്നം ഞങ്ങളുടെ ഭാഗത്തിനില്ല. നിങ്ങൾ എന്തിനാണ് പുതിയ നിർദ്ദേശത്തെ പറ്റി ഇപ്പൊ ആലോചിക്കുന്നത്? എന്തിനാണ് നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങളുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് സമീപിക്കുന്നത്? അപ്പൊ മാത്രമേ നടപ്പാക്കാനാവൂ. അവരാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് നടപ്പാക്കുമ്പോൾ ലീഗിനില്ലേ? ലീഗിന്റെ മന്ത്രി മുഖേനയല്ലേ ഇത് നടപ്പാക്കാൻ തന്നെ നോക്കുന്നത്? ലീഗിന്റെ മന്ത്രിയാണല്ലോ പൊതുവിദ്യാഭ്യാസ മന്ത്രി. പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗമായിട്ടാണല്ലോ ഈ PMC ഒക്കെ വരുന്നത്. ആ പൊതുവിദ്യാഭ്യാസ മന്ത്രി മുഖേനയാണല്ലോ ഇത് നടപ്പാക്കാൻ നോക്കുന്നത്. ആ കാര്യങ്ങൾ അവർ പറയേണ്ടതാണ്. അറബിക്കടലിൽ കളയുമെന്ന് പറഞ്ഞവര് എങ്ങനെയാണ് ഇപ്പോൾ നടപ്പാക്കുന്നതിന്റെ ചുക്കാൻ പിടിക്കുന്നത് എന്താണ് അവരാലോചിക്കേണ്ടത്. ബന്ധപ്പെട്ട വാദം CPI ഉയർത്തിക്കൊണ്ടുവന്നത് ഇത് BJP-യുമായി അന്തർധാര ഉണ്ടാക്കിയത് UDF-ന്റെ പ്രചാരണയിലേക്ക് സഹായകമായ ഒന്നായി. ഇക്കാര്യത്തിൽ ശരിയായ ചർച്ച നടത്തി കാര്യങ്ങൾ നിശ്ചയിക്കുന്നതിൽ വന്ന പോരായ്മകൾ ഇത്തരം ഒരു പ്രശ്നം രൂപപ്പെടുത്തുന്നതിനിടയാക്കി. ഇത് CPM-ന്റെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലെ പരാമർശമാണ്. കുറച്ച് വിഷമം നിങ്ങൾക്ക് ഉണ്ട് എന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇനി അതിന് വേറെ കഴിയൊന്നും കളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എന്തിന് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു? ആ കാര്യം മാത്രം നിങ്ങളങ്ങ് ആലോചിച്ചാൽ മതി. അത് ദേശം വിഷമമുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക്. അതൊക്കെ മനസ്സിലാകുന്നുണ്ട്. അവരെ വിഷമാണ് ഞാൻ പറഞ്ഞത്. അവർക്കുള്ള വിഷമം നിങ്ങൾക്കുള്ള വിഷമാണെങ്കിൽ നിങ്ങൾക്കും ബാധകം തന്നെ. LDF-ന് റൈറ്റ് ഉണ്ട്, നടപ്പാക്കിയിട്ടില്ലല്ലോ. LDF-ന് റൈറ്റ് ഉണ്ട്. LDF-ന് റൈറ്റ് എന്താ? LDF ഇത് മരവിപ്പിച്ചതാണ്. ആ മരവിപ്പിച്ചതിന് ശേഷം ഒരു കാര്യവും നടന്നിട്ടില്ല. ഞങ്ങളിപ്പോ ഇതെല്ലാം നടപ്പാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് UDF മുന്നോട്ട് പോവുകയാണ്. അതെന്ത് അടിസ്ഥാനത്തിലാണ് എന്താണ് ചോദിക്കേണ്ടത്? അല്ല, പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘടകകക്ഷിയായാലും ഘടകകക്ഷിയെ CPI-യെ പോലും ഇട്ട് നിർത്തി മന്ത്രിസഭയിൽ CPI-യോട് പോലും പറയാതെ CPM മുന്നേ എടുത്ത്, പ്രത്യേകിച്ച് അങ്ങ് മുന്നേ എടുത്ത് ഒപ്പിട്ടുന്ന ആക്ഷേപമാണ് അന്നുപോലെ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് റൈറ്റ് ഉണ്ടോ UDF-നെ കുറ്റപ്പെടുത്താൻ എന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ അതിന്. നിങ്ങൾക്കത് മനസ്സിലാകാത്തത് നിങ്ങളുടെ പ്രത്യേക വീക്ഷണം കൊണ്ടാണ്.
മറ്റെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അതിന്? ഇപ്പൊ ഇത്ര സെറ്റായിട്ട് മഴ പെയ്തപ്പോൾ ഈ വൈദ്യുതി ഓർക്കയുടെ അപ്പുറത്തെ രീതിയിൽ ശരിക്കും ഒഴിവാക്കാൻ പറ്റുന്നതായിരിക്കും സർക്കാർ. അല്ല, ലോഡ് ഷെഡിങ്ങിന്റെ കാര്യത്തില് സർക്കാർ കുറച്ചുകൂടി ഗൗരവമായിട്ട് കാര്യങ്ങൾ ആലോചിക്കണം. ഇത് ഇന്നത്തെ ഘട്ടത്തില് അത് നടപ്പാക്കുന്നത് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആളുകൾക്ക് വല്ലാത്ത വികാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ സർക്കാർ തയ്യാറാകണം. ഞാനൊരു മറ്റ് രാഷ്ട്രീയമായിട്ട് പറയുന്ന കാര്യമല്ല, ഇത് നാട്ടിന്റെ ഒരു പൊതുവികാരമാണ്. അത് മനസ്സിലാക്കി സർക്കാർ പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്നാണ് എനിക്കതിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ഗവർണർ വിളിച്ച യോഗത്തിൽ മുൻകൂട്ടി സർക്കാർ ഇടപെടുകയോ അക്കാര്യത്തിൽ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തില്ല. യോഗം നടന്നു, ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ ഇക്കാര്യത്തിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി എടുക്കേണ്ടത് അഭിപ്രായം പറഞ്ഞിട്ടില്ല ഇതുവരെ മുഖ്യമന്ത്രി. അല്ല, ഇത്തരമൊരു യോഗം നടക്കുമ്പോൾ ആ യോഗം നടക്കുന്ന വിവരം കിട്ടിയാൽ തന്നെ അത്തരം യോഗത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന നിലപാട് സാധാരണഗതിയിൽ സർക്കാരിന് സ്വീകരിക്കാവുന്നതാണ്. ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റാതിരുന്നത്? അത്തരമൊരു യോഗത്തിന്റെ വിവരം കിട്ടിയാൽ അതിനോട് സ്വീകരിക്കേണ്ട സമീപനം എന്ത് എന്നത് നേരിട്ട് തന്നെ വ്യക്തമാക്കാവുന്നതാണ്. ഗവർണറുടെ അടുത്തും അറിയിക്കാവുന്നതാണ്, ഉദ്യോഗസ്ഥരെയും അറിയിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കാതിരുന്നത്? അവിടെയാണ് ഈ പറയുന്ന ഒരു പ്രത്യേക വിധേയത്വത്തിന്റെ പ്രശ്നം വരുന്നത്. അത് നമ്മുടെ നാടിന് ചേർന്നതല്ല, നമ്മുടെ നാടിന്റെ മതനിരപേക്ഷതയ്ക്ക് ചേർന്നതല്ല. ആ കാര്യം ഗൗരവമായി തന്നെ ഗവൺമെന്റ് കാണേണ്ടതായിട്ടുണ്ട്. RSS പരിപാടിയിൽ പങ്കെടുത്ത VC-മാർ മാപ്പ് പറയണമെന്ന് CM പറഞ്ഞു കഴിഞ്ഞ തവണ അന്ന് സംസാരിച്ച മുഖ്യമന്ത്രി ഒന്നും പ്രതികരിച്ചില്ലെന്ന് പറഞ്ഞത്. CM പറയുന്നത് കേരള ഗവൺമെന്റ് അന്ന് ശക്തമായി പ്രതികരിച്ചതാണ്. ഗവൺമെന്റ് ഒരു ഘട്ടത്തിലും അനങ്ങാതെ വന്നിട്ടില്ല, ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞതിന് ശേഷമാണല്ലോ പ്രതികരണം തന്നെ വരുന്നത്. അത് നിങ്ങൾ നോട്ട് ചെയ്തിരോന്ന് അറിയില്ല. ഈ വൈദ്യുതി പ്രതിസന്ധി 30 വരെ എന്തായാലും തീർച്ചയായിട്ടും ഒരു റെസ്ട്രിക്ഷൻ വേണ്ടി വരുന്ന വൈദ്യുതി പറയുന്നത് അത്ര മോശമായ സ്ഥിതിയിലായിരുന്നു ശരിക്കും നമ്മുടെ പവർ സെക്ടർ ഉണ്ടായിരുന്നത്. പവർ സെക്ടർ അത്രമാത്രം അപകടസ്ഥിതിയിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാര്യങ്ങൾ ഗവൺമെന്റ് വ്യക്തമാക്കേണ്ടതാണ് എന്താണെന്നുള്ളത്. പോളിറ്റ് ബ്യൂറോ എന്ന കാര്യം ചോദിക്കണം. മലപ്പുറത്ത് നടന്ന EMS-മായി ബന്ധപ്പെട്ട ഒരു അനുഭവ പരിപാടിയിൽ ജനറൽ സെക്രട്ടറി പറഞ്ഞൊരു പ്രധാനപ്പെട്ട പ്രസംഗം സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഉണ്ട്. PK ശർമ്മയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന MP ഗോവിന്ദൻ ഔചിത്യം കാണിക്കണമായിരുന്നു എന്നൊരു പരാമർശം ജനറൽ സെക്രട്ടറി പുറത്ത് ഉണ്ടായിട്ടുണ്ട്. അതിനൊരു വിലയിരുത്തൽ സ്റ്റേറ്റ് കമ്മിറ്റി നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനയാണ് ഞങ്ങൾ നടത്തിയത്. ഞങ്ങൾ സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുമെന്ന് കണക്കാക്കിയതാണല്ലോ. പക്ഷേ പരാജയമാണ് ഞങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ആ പരാജയം അംഗീകരിച്ചുകൊണ്ട് അതിനുള്ള കാരണങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. ആ പരിശോധനയിൽ എല്ലാ വിശദാംശങ്ങളിലേക്കും പോയിട്ടുണ്ട്. പക്ഷേ ആ പരിശോധനയുടെ ഭാഗമായി ഇത്തരത്തിൽ ഒരു വ്യക്തിപരമായ വീഴ്ച സംഭവിച്ചു എന്ന വിലയിരുത്തൽ ഉണ്ടായിട്ടില്ല. ഈ അനധികൃതമായിട്ടുള്ള സ്ഥലമാറ്റം സംബന്ധിച്ച ആരോഗ്യവകുപ്പ്, ഒപ്പം തന്നെ പോലീസിൽ, ഇപ്പോൾ ഫയർഫോഴ്സിലും അങ്ങനെ ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഉത്തരവ് വന്നിട്ടുണ്ട്, കരടാണ് വന്നിട്ടുള്ളത്. 2017 ഇത് സംബന്ധിച്ച് വ്യക്തമായ മാനദണ്ഡം കഴിഞ്ഞ സർക്കാർ കൊണ്ടുവരുന്നു. ആ മാനദണ്ഡം പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഫയർഫോഴ്സിലും വന്നത്. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള. ഇത് കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ സ്ഥലം മാറ്റങ്ങളുടെ കാര്യത്തിൽ കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തുക എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്ത് സ്വീകരിച്ചു വരുന്ന നടപടി. അതിൽ നിന്ന് വ്യത്യസ്തമായി കാര്യങ്ങൾ നീങ്ങുകയാണ്. അതാണ് ഗവൺമെന്റ് യഥാർത്ഥത്തിൽ അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ഭൂരിപക്ഷം ഇപ്പോഴത്തെ ഗവൺമെന്റിന് കിട്ടിയെന്ന് വന്നപ്പോൾ തന്നെ ചില നീക്കങ്ങൾ ഉണ്ടായത്. അതിന്റെ ഭാഗമായി ചില വകുപ്പുകൾ ചില നിവേദനങ്ങൾ പരാമർശിച്ചുകൊണ്ട് ഞങ്ങൾ സ്ഥലം മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ആ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവും പുറപ്പെടുവിച്ചു. ആ ഉത്തരവിന്റെ കാര്യത്തിലാണ് KIT മറ്റും ഇടപെടുന്ന നില പിന്നീട് വന്നത്. അങ്ങനെയുള്ള സാധാരണ ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളടക്കം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൃത്യമായ നിയതമായ മാനദണ്ഡങ്ങളുള്ളതാണ്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. അതല്ല ഇപ്പൊ നടക്കുന്നത്. ഇത് സിവിൽ സർവീസിൽ വലിയ തോതിൽ അസംതൃപ്തി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സിവിൽ സർവീസിൽ അസംതൃപ്തി ഉണ്ടാക്കി പോവുക എന്നത് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യമല്ല. സാമ്പത്തിക ഇടപാട് കൂടി നടക്കുന്നുണ്ട് എന്ന ആരോപണങ്ങൾ ചില സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേരളത്തില് മുൻപൊരു കാലത്ത് ഇതെല്ലാം നടന്നിരുന്നു. കഴിഞ്ഞൊരു ദശാബ്ദക്കാലമായിട്ട് ഏതെങ്കിലും തസ്തികയുടെ കാര്യത്തിലോ എവിടെയെങ്കിലും സ്ഥലമാറ്റത്തിന്റെ കാര്യത്തിലോ അങ്ങനെയുള്ള ഒരു ആക്ഷേപവും ഇവിടുന്ന് ഉയർന്നിരുന്നില്ല. അത്തരത്തിൽ സുതാര്യമായി കാര്യങ്ങൾ നടക്കുന്നൊരു നാടായി നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. അതിനെ തിരിച്ചു പോകാതിരിക്കാൻ അല്ലെങ്കിൽ തിരിച്ചു പോക്കാതിരിക്കാൻ ഉള്ള ജാഗ്രത സർക്കാർ കാണിക്കേണ്ടതാണ്.
നാളെ സംസ്ഥാന ബജറ്റ് വരികയാണ്. എന്തെങ്കിലും പ്രത്യേക ബജറ്റ് വരട്ടെ, നമുക്ക് അതിന് ശേഷം കാണാം. പല ധവളപത്രം വന്നു, അതിന്റെ ഒരു തുടർച്ചയാവാൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ബജറ്റ് വരട്ടെ, അതിന് മുമ്പിൽ തന്നെ നമ്മളൊരു കാര്യം പറയണ്ടല്ലോ. ബജറ്റ് വരട്ടെ, അതിന് ശേഷം കാണാം. പ്രതിപക്ഷ നേതാവേ, ഒരു കേരളം കെട്ടവർ നാട് ഭരിക്കുന്നത് കൊണ്ടാണ് നിപ്പ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ നാട്ടിൽ വ്യാപകമാകുന്നതെന്ന് ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രിയാണ്. അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല ഈ പകർച്ചവ്യാധി പ്രതിരോധം. അതൊക്കെയാണല്ലോ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞത്. വീണ്ടും അത് ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയൊരു ഈ മന്ത്രിയെ ആര്, കക്ഷിയാര്, ഗവൺമെന്റ് ആര് എന്നൊന്നും നോക്കിയിട്ടല്ല പകർച്ചവ്യാധി വരുന്നത് എന്ന് ഈ ചുരുക്കിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ, ഒരു മാസമായി, ഒരു മാസക്കാലാവുകയാണ്, ഈ ഒരു മാസക്കാലം കൊണ്ട് തന്നെ അദ്ദേഹത്തിനും ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് ഇപ്പോഴും എനിക്ക് ആവർത്തിക്കാനുള്ളത്. അപ്പൊ നമുക്കിവിടെ നിർത്താം അല്ലേ? ശരി കൂടുതൽ പറയാനുണ്ടോ? ശരി.